വിവാഹങ്ങൾ സ്വാലിഹീങ്ങളാകുന്നതിന് വേണ്ടി തുടക്കത്തിൽ തന്നെ അവർ ചെയ്യേണ്ട ക്രിയകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ അതാകും അഹ്ലഹു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിച്ചാൽ, വിവാഹം കഴിഞ്ഞ് പ്രഥമമായി ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിന് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് സഹായമുണ്ടാകണമെങ്കിൽ പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് നീ ആദ്യമായി കാവൽ തേടിയിരിക്കണം. തുടക്കത്തിലെ നമ്മൾക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ മക്കളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തുടക്കത്തിലെ ആ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കുകളെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുട്ടികൾ നമുക്ക് ഗുണമുള്ള കുട്ടികളായി മാറും. ബഹുമാനപ്പെട്ട നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാനൊരു മൃഗത്തെ വാങ്ങി, ഞാൻ ആ മൃഗത്തിനോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ബഹുമാനപ്പെട്ട നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെ വാങ്ങിയാലും വിവാഹം കഴിച്ചാലും നിങ്ങൾ ദുആ ചെയ്തു കൊള്ളട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹു, ഇവളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ മൃഗത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഷർറുകളെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു, എല്ലാ നന്മകളും നിന്നോട് ചോദിക്കുന്നു. മറ്റൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി തസവ്വജ്തു ഇംറഅതൻ വ ഇന്നി ഖശീതു അൻ തഫറകനി, ഞാൻ വിവാഹം കഴിച്ചു, പക്ഷെ എന്റെ ഭാര്യ എന്റെ കുടുംബം ഇടങ്ങേറാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കുണ്ടാകുന്ന സന്താനങ്ങളും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതവും അത് ഇടങ്ങേറലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനൊരു സതുപദേശം നൽകണമെന്ന് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ച സ്വഹാബി ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ശരി തന്നെയാണ്, അലാ ഇന്നൽ ഇൽഫത മിനല്ലാഹ് വ ഇന്നൽ ഫറക മിനശ് ശൈത്താൻ. ശരി തന്നെയാണ്, സ്നേഹവും സന്തോഷവും ആദരവും അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതാണ്. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകലും പരസ്പരം തമ്മിലടിക്കലും പോരടിക്കലും വൈരാഗ്യവും വിദ്വേഷവും മിനശ് ശൈത്താൻ, അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയോട് ആദ്യ ദിവസം തന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ പറയുകയും അവളോടൊപ്പം നീയും നമസ്കരിക്കുകയും നീയും അവളും ആത്മാർത്ഥമായി ദുആ ചെയ്യണം, പടച്ചവനെ എനിക്കുണ്ടാകുന്ന സന്താനം ഞങ്ങൾക്കുണ്ടാകുന്ന സന്താനം ഞങ്ങൾക്കും നാട്ടുകാർക്കും ഗുണമുള്ള പ്രയോജനമുള്ള സന്താനങ്ങളാക്കി മാറ്റണമേ എന്ന് നിങ്ങൾ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ആ സഹാബിക്ക് മറുപടി നൽകി. അപ്പോൾ ആദ്യമായി തന്നെ ഒരു കുട്ടിയുടെ സാലിഹായ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ കല്യാണ ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടം പാളിപ്പോയാൽ, അവിടം വഴുതിപ്പോയാൽ, തെറ്റിപ്പോയാൽ പിന്നെ എല്ലാം നമ്മുടെ താളങ്ങൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ചെയ്യേണ്ട ദുആയാണത്. സാലിഹായ മക്കളെ താപടച്ചവനെ, സാലിഹായ മക്കളെ താപടച്ചവനെ, നമ്മുടെ ദുആ അതാണ് ആദ്യം വേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫലമ്മാ തഅസ്സാഹാ ഹമലത് ഹംലൻ ഖഫീഫാ حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. ഒരു ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെടാൻ ഒരുങ്ങിയാൽ തുടക്കത്തിലെ ചെയ്യേണ്ട കർമ്മങ്ങൾ, ക്രിയകൾ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഫലമ്മാ തഅശാഹാ
ഭർത്താവ് ഭാര്യയെ പൊതിയുമ്പോൾ പ്രാപിക്കുമ്പോൾ ഹമലത് ഹംലൻ ഖഫീഫാ, ലഘുവായ തോതിൽ അവൾ ഗർഭം ധരിക്കുന്നു. ഫലമ്മാ അവൾ ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ ദഅവല്ലാഹ റബ്ബഹുമാ, ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും കടമയാണ്, കടപ്പാടാണ്. അവര് രണ്ടുപേരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ലൈൻ ആതൈതനാ സാലിഹാ, അല്ലാഹുവേ ഞങ്ങൾക്കുള്ള സന്താനത്തെ നീ സാലിഹായ സന്താനമാക്കണമേ, അല്ലാഹുവേ ഗുണമുള്ള സന്താനമാക്കണമേ എന്ന് നിങ്ങൾ രണ്ടുപേരും ദുആ ചെയ്യണം. അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആയാണ്. ആദ്യം തുടക്കത്തിൽ ദുആ ചെയ്യണം മക്കള് സ്വാലിഹാണെന്ന്. അതൊക്കെ ആദ്യത്തെ പ്രാരംഭ ഘട്ടങ്ങളൊക്കെ വിട്ടുപോയിട്ട് മക്കള് ഇടങ്ങേറ് കാണിക്കുമ്പോൾ ഈ മക്കൾ അനുസരണ ഇല്ലാത്താണ്, കുരുത്തം കണ്ട മക്കളാണ്, വിവരമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വിവരക്കേട് കാണിച്ചത് ഉപ്പയും ഉമ്മയുമാണ്. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് മക്കൾ നമുക്ക് ഗുണപ്പെടുകയുള്ളൂ. അള്ളാഹു അതാണ് ദുആ ഇറക്കാൻ പഠിച്ചത്, നമ്മളെ പഠിപ്പിച്ചിരുന്നാണല്ലോ. ലൈൻ ആതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ, സാലിഹായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകിയാൽ അല്ലാഹ് നിനക്ക് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും, നിന്നോട് കടപ്പാടുള്ളവരായിരിക്കും പടച്ചവനെ എന്ന് ഓരോ ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വർഷങ്ങളായി കുട്ടികളെ കിട്ടാതെ അല്ലാഹുവിനോട് ദുആ ചെയ്തത് അല്ലാഹുവേ നീ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണമേ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, ഒരു സാലിഹായ സന്താനത്തെ നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും വർഷങ്ങളായി ഒരു കുട്ടിക്ക് വേണ്ടി കൊതിച്ചപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്ത് പടച്ചവനെ എന്നെ നീ ഒറ്റയ്ക്കാക്കല്ലേ അല്ലാ, അള്ളാഹുവേ ഒരു അനന്തരഗാമിയെ, ഒരു അനന്തരാവകാശിയെ, ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ സന്താനത്തെ നൽകണമേ റബ്ബേ. പ്രവാചകന്മാരുടെ ദുആ. മക്കളെ കിട്ടിയാൽ പോരെ, മക്കളെ കൊടു, കുറെ ആണിനെ കൊടു, കുറെ പെണ്ണിനെ കൊടു, കുറെ ഡോക്ടറെ കൊടു, എഞ്ചിനീയറെ കൊടു, IAS കാരനെ കൊടു, IPS കാരനെ കൊടു. അതൊക്കെ അവന്റെ പഠിച്ച് അവനുണ്ട് ജോലിയായിട്ട് പോകും. ഉപ്പയും ഉമ്മയും വൃദ്ധസദനത്തിൽ കിടന്നോണം. പാപ്പാക്കും ഉമ്മക്കും മക്കളെ കൊണ്ട് ഗുണമില്ല, പിന്നെ മക്കളെന്തിന്? മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഗുണമുണ്ടാകണം, എന്നാലേ ആ മക്കൾ സ്വാലിഹായ മക്കളാവുകയുള്ളൂ. വിവാഹം കഴിക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന എന്താണ്? വിവാഹം കഴിക്കുന്നതിലൂടെ സാലിഹായ സന്താനത്തിന്റെ ദുആയുടെ ബർക്കത്താണ് ഓരോ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ ബിസലാത്ത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കർമ്മങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അസ്തമിച്ചു പോകുമത്രേ. അതിൽ അസ്തമിച്ചു പോകാത്ത ഒരു കാര്യമാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന ദുആ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉപ്പാന്റെ ആ ഉമ്മാന്റെ ഖബറിലേക്ക് ഇറക്കി കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നബി തങ്ങൾ വീണ്ടും പറയുന്നു, തുറദുൽ അഅമാലു അലല്ലാഹി ഫീ കുല്ലി ജുമുഅ യൗമൽ ഇത്നൈനി വൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിന്റെ ദർബാറിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു മലക്കുകൾ വെളിപ്പെടുത്തി കൊടുക്കുമത്രേ. അതേപോലെ
എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും അതിന്റെ പകലുകളിലും ഓരോ മാതാവിന്റെയും പിതാവിന്റെയും കബറിടത്തിലേക്ക് ദുനിയാവിൽ മക്കളെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മാലാഖമാർ ആ കബറിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുമത്രേ. ഫയഫറഹൂന ബിഹസനാതിഹിം, ഓരോ ഉപ്പയും ഉമ്മയും കബറിൽ കിടന്നുകൊണ്ട് മക്കളുടെ പ്രവർത്തനം കണ്ട് സന്തോഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ വതസ്ദാദു വജൂഹുഹും ബയാദൻ വഇശ്റാഖാ, ദുനിയാവിൽ സാലിഹീങ്ങളായ മക്കൾ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണമായി മരിച്ചു മണ്ണറയിൽ കിടക്കുന്ന മാതാപിതാക്കൾ സന്തോഷിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഫത്തഖുല്ലാഹ വലാ തുദൂ മൗതാകും, സന്താനങ്ങളെ നിങ്ങൾ ഭയപ്പെടണമേ, റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ. വലാ തുദൂ മൗതാകും, നിങ്ങളുടെ മരണപ്പെട്ടു പോയവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ, പ്രയാസപ്പെടുത്തരുതേ. മരിച്ചുപോയ സഹോദരൻ, മരിച്ചുപോയ മാതാപിതാക്കൾ, ആ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്തില്ല എങ്കിൽ